ഹലോ, നമുക്കിന്ന് സവാള ഉപ്പിലിട്ടാലോ? എനിക്ക് കിച്ചണിലേക്ക് കയറുമ്പോൾ മണമുള്ള തിരിയൊക്കെ കത്തിച്ച് വയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ തിരിയൊക്കെ കത്തിച്ചു. ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലോട്ട് വന്നാലോ? ആദ്യം ആവശ്യത്തിന് സവാള എടുത്ത് വയ്ക്കാം. ഞാനിവിടെ 3 സവാള മാത്രമേ എടുത്തിട്ടുള്ളൂ. സവാള നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് സ്ലൈസ് ആയിട്ട് അരിഞ്ഞെടുക്കാം. എനിക്ക് ഉപ്പിലിട്ട ഐറ്റംസ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഓൾറെഡി പേരയ്ക്ക് ഉപ്പിലിട്ട വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ. സവാള അരിയുമ്പോൾ തീരെ കട്ടി കൂടാനും പാടില്ല, തീരെ കട്ടി കുറയാനും പാടില്ല. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഉപ്പിലിട്ട ഐറ്റം ഏതെന്ന് കമൻറ്റ് ബോക്സിൽ പറയണേ. അടുത്ത് ഞാൻ ഏത് ഐറ്റമാണ് ഉപ്പിലിടേണ്ടതെന്നും കൂടെ ഒന്ന് പറഞ്ഞേക്കണേ. സവാള അരിഞ്ഞതിന് ശേഷം പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഞാനിവിടെ ചരിച്ചാണ് അരിയുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിന് അരിഞ്ഞ് ചേർത്തോളൂ. ഉപ്പിലിടുമ്പോൾ ഗ്ലാസ് ജാറിലോ ഭരണിയിലോ ഇടുന്നതായിരിക്കും നല്ലത്. കാരണം അതാകുമ്പോൾ കുറേ കാലം കേടുകൂടാതിരിക്കും. ഞാനിവിടെ ഗ്ലാസ് ജാറാണ് എടുത്തത്. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്നതെല്ലാം ആഡ് ചെയ്യാം. സവാള ജാറിലേക്ക് ചേർക്കുമ്പോൾ അധികം ഉടഞ്ഞു പോകാതെ ചേർക്കണം. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ കുറച്ച് ബീട്രൂട്ട് ഉപ്പിലിട്ടതിൻ്റെ വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കളറിന് വേണ്ടിയിട്ട് ആഡ് ചെയ്താണ്. എല്ലാവരും ആഡ് ചെയ്യണമെന്നില്ല, വേണമെന്നുള്ളത് ആഡ് ചെയ്യാം. ഇനി ആവശ്യത്തിന് ഇളം ചൂട് വെള്ളം അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ജാറിൽ നിറച്ച് വേണമെന്നില്ല, ആവശ്യത്തിന്. ഇനി ജാറൊന്ന് അടച്ചിട്ട് നന്നായിട്ട് ഷേക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് എല്ലായിടത്തും ഒരുപോലെ പിടിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.